ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റംദാൻ സീരീസിലെ രണ്ടാമത്തെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ മസാല ഒരുപാട് സമയം വഴറ്റാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. ഇതിൻ്റെ മുമ്പ് ഒന്ന് രണ്ടാൾ കമൻറ്റ് ഇട്ടിരുന്നു വേറെ സ്നാക്സ് റെസിപ്പി ഉണ്ടോയെന്ന്. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്, താഴ്ഭാഗത്തുണ്ട്. നമ്മൾ ട്രിപ്പ് പോയ വീഡിയോൻ്റെ അടിഭാഗത്തായിട്ട് ഒരുപാട് സ്നാക്സ് ഉണ്ട്, സ്ക്രോൾ ചെയ്താൽ കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് കാബേജാണ്. കഴുകിയിട്ട് നന്നായിട്ട് അരിപ്പയിലിട്ട് വെക്കണം, വെള്ളം കളയണം. അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മസാല മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വരും. അതുകൊണ്ട് വെള്ളം കളഞ്ഞിട്ട് തന്നെ എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് നുള്ളിയിടുക. ഇതൊക്കെ ഇത്ര തന്നെ എടുക്കണമെന്നില്ല, 1/2 കപ്പ് എടുത്താൽ മതിയേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൊസറല്ല ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചീസാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ചേർക്കുന്നത് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, അതുപോലെ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് കടിക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളവർക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മയോണൈസാണ്. ഹോം മെയ്ഡ് മയോണൈസ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ലൂസായ മയോണൈസ് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്ന് പൊതുവേ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളം വരുമല്ലോ. അപ്പം കൂടുതൽ ലൂസായ മയോണൈസ് ചേർക്കുന്ന ടൈമിൽ ഒരുപാട് വെള്ളം കയറി വരും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട, വെള്ളം വരുന്നതുകൊണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരളവിൽ വെജിറ്റബിൾ എടുത്തിട്ട് എനിക്ക് 11 പീസ് കിട്ടിയിട്ടുണ്ട്. അതിനെ തന്നെ ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ 22 പീസോളം കിട്ടും. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ലാത്തവർ ഇത്രയൊന്നും വെജിറ്റബിൾസ് എടുക്കണ്ട. അപ്പോൾ സ്വിറ്റ്സിൻ്റെ സമൂസ ലീവ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് കുറച്ച് മൈദ മാവ് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കലക്കിയെടുക്കണം. അതൊന്ന് ഇതുപോലെ നടുവിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറൊരു ലീഫ് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഷേപ്പ് തന്നെ നിങ്ങൾ ഉണ്ടാക്കണമെന്നില്ല, സാധാരണ സമൂസേൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയാലും മതി. ഞാനിപ്പോൾ സ്ക്വയറായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സമൂസ ലീവ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നടുവിൽ ഞാൻ മസാല വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മസാല ഇങ്ങനെ ഹെവി ആയിട്ട് വെക്കണമെന്നില്ല, അപ്പം ഇങ്ങനെ മേലെ പൊങ്ങിക്കിടക്കും. പിന്നെ എല്ലാ ഭാഗവും ഒട്ടണമല്ലോ, ഒട്ടിയിട്ടില്ലെങ്കിൽ ഉള്ളിലേക്ക് ഓയിൽ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എല്ലാ ഭാഗവും ഈ മൈദ മാവ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ഓയിൽ കയറാത്ത തരത്തിൽ തന്നെ നമ്മൾ നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പിന്നെ ചൂടോടെ കഴിക്കാനാണ്. രസം തണിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമൂസ ലീസാണല്ലോ, ഇതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി കുതിർന്നിട്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണ് രസം കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നോമ്പ് തുറക്കാൻ ടൈമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരു അരമണിക്കൂർ മുമ്പ്. അതുപോലെ തന്നെ ഈ മസാല ഒരുപാട് നേരം തന്നെ മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കണ്ട. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ മസാല റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസിൽ. ബാക്കി എല്ലാതും കൂടി നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ എല്ലാം നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ ഉള്ളിലേക്ക് കിടക്കും. അപ്പം പിന്നെ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാനിലാണ്, ഞാൻ വീതിയുള്ള ഫ്രൈ പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് 3-4 ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെ ഒരെണ്ണോ രണ്ടെണ്ണോ ആണ് നമുക്ക് ഇടാൻ പറ്റുക. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ സമൂസൻ്റെ ഷേപ്പിലോ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇനി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പം അധികം ആളും അതായത് പണ്ടത്തെ നമ്മൾ ഇറച്ചിപ്പത്തലിൻ്റെ മസാലയുണ്ട്, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ മസാലയേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഈ ഇതുപോലത്തെ വൈറ്റ് മസാലയാണ്. എപ്പോഴും പണ്ട് നമ്മൾ ഒരേ ടൈപ്പിലുള്ള ഫ്ലേവറിലല്ലേ സ്നാക്സ് കഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പം അതായത് വൈറ്റ് സോസ് ആഡ് ചെയ്തിട്ടും അതുപോലെ മറ്റുള്ള മയണൈസ് ഇതുപോലത്തെ ആഡ് ചെയ്തിട്ടെല്ലാം വൈറ്റ് കളർ മസാലയിലാണ് ഇപ്പോൾ അധികം സ്നാക്സും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതായത് ക്രിസ്പി ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം നല്ലോണം. സമൂസ ലീവ്സ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഓയിൽ അതിലേക്ക് തന്നെ കളഞ്ഞിട്ടെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ സ്നാക്സിന് പോലെയല്ല, വേഗം നമുക്ക് പണി കഴിയും. ജസ്റ്റ് കാരണം ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും അതും വേണ്ടല്ലോ. പിന്നെ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. ഉള്ളിൽ ചീസ് കൂടെ ഉള്ളതിനെ കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുമ്പുള്ള സ്നാക്സ് എൻ്റെതൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരും എനിക്ക് ഉണ്ടാക്കിയിട്ട് പിക്ചർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പം അതുപോലെ തന്നെ ഈ പുതിയൊരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഈസി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.